Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu sallallahu ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിൽ നിന്നും രണ്ടാമത്തെ അസ്വലിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. 3 അസ്വലുകളിൽ ഒന്നാമത്തേത് മാരിഫത്തുൽ ആബിദി റബ്ബഹു എന്നതായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മാരിഫത്തുൽ ആബിദി ദീനഹു, അള്ളാഹുവിൻ്റെ ദീൻ, അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ ദീൻ 3 മർത്തബകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ മർത്തബ ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ 5 അർക്കാനുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത്. ഷഹാദത്ത്, അതുപോലെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇനി അതിനുശേഷം ദീനിൻ്റെ രണ്ടാമത്തെ മർത്തബ അൽ മർത്തബത്തു സാനിയ അൽ ഈമാനാണ്. ഇസ്ലാമിന് ശേഷം പിന്നീട് ഈമാനാണ്. അൽ ഈമാനു വഹുവ ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട്. ഫഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉയർന്ന അതിൻ്റെ ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അതിൻ്റെ ഏറ്റവും താഴെയുള്ളത് വഴിയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യലാണ്. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഒരു ശുഅബയാണ്, ഒരു ഭാഗമാണ്. വാർക്കാനുഹു സിത്ത, ഈമാനിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ 6 എണ്ണമാണ്. 6 ഘടകങ്ങളിൽ വിശ്വസിക്കാതെ ഒരാൾക്ക് എന്താവില്ല, ഈമാനുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിർബന്ധമായ ഘടകങ്ങൾ 6 എണ്ണമാണ്. ധാരാളം ശാഖകളുണ്ട്. അതിലേറ്റവും ഉയർന്ന ശാഖയാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്യം. അതുപോലെ ഏറ്റവും താഴ്ന്നതാണ് വഴിയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യൽ. അതുപോലെ ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ധാരാളക്കണക്കിന് ശാഖകളുണ്ട്. എന്നാൽ അതിൻ്റെ ഏറ്റവും നിർബന്ധമായി അടിസ്ഥാനപരമായി വേണ്ട റുക്നുകൾ എത്രയാണ്? 6 എണ്ണം നിർബന്ധമായിട്ടും വേണ്ടതാണ്. അത് അൻ തുഅ്മിന ബില്ലാഹ്, ഒന്നാമതായി നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. വമലായികത്തിഹി, അള്ളാഹുവിൻ്റെ മലായികത്തിൽ വിശ്വസിക്കലാണ്. വകുതുബിഹി, അള്ളാഹു ഇറക്കിയ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. വറുസൂലിഹി, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിൽ. വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരി, അതേപോലെ ഖദറിലും നീ വിശ്വസിക്കണം. നന്മയും തിന്മയുമായ ഏതൊരു കാര്യവും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഖദറാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതാണ് 6 ഘടകങ്ങൾ. എന്താണ് ഈ 6 ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവ്? വദ്ദലീലു അലാ ഹാദിഹിൽ അർക്കാനി സിത്തത്തി ഖൗലുഹു തആല,
ഈ 6 ഘടകങ്ങൾക്കുള്ള തെളിവ് അള്ളാഹുവിൻ്റെ വാക്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. നന്മ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോ പടിഞ്ഞാറോ അഭിമുഖീകരിക്കുക എന്നുള്ളതല്ല. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. എന്നാൽ നന്മ എന്നത് അള്ളാഹുവിൽ വിശ്വസിക്കലും അതേപോലെ അന്ത്യദിനത്തിൽ വിശ്വസിക്കലും മലായിക്കത്തിലും കിതാബുകളിലും നബിമാരിലുമുള്ള ആരാണ് വിശ്വസിക്കുന്നത് അവനാണ് എന്ത് ചെയ്തവൻ? നന്മ ചെയ്തവൻ. നന്മ ചെയ്തവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, അതേപോലെ തന്നെ അന്ത്യദിനത്തിൽ മരണശേഷമുള്ളതായ ജീവിതം, മലായിക്കത്ത്, അതേപോലെ തന്നെ കിതാബുകൾ, നബിമാർ. അപ്പോൾ ഇത് 5 കാര്യങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ 5 റുക്കുനുകൾ. അതേപോലെ തന്നെ ഖദറും അതിൽപ്പെട്ടതാണ്. വദലീലുൽ ഖദരി ഖൗലുഹു തആല ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. ഖദറിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ വാക്യമാണ്. അള്ളാഹു പറയുന്നു, എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു ബിഖദരിൻ, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം. ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സകല വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഈമാനിൻ്റെ 6 റുക്കുനുകൾ. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഹൈസം സർഹാൻ ഹഫിളഹുല്ലാ ഇപ്രകാരമാണ് പറയുന്നത്: ഭാഷയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇഖ്റാർ, സമ്മതിക്കലാണ്, അംഗീകരിക്കലാണ്. അതാണ് ഭാഷയിൽ നിന്ന് പറയുക, അല്ലെങ്കിൽ വിശ്വസിക്കുക, സത്യപ്പെടുത്തുക. ഇതിനെല്ലാം ഭാഷയിൽ നിന്ന് പറയാം, ഈമാൻ എന്ന് പറയാം. എന്നാൽ ഈമാൻ എന്നതുകൊണ്ട് പറയുമ്പോൾ അത് ശരീഅത്തിൻ്റെ ഭാഷയിൽ സാങ്കേതികമായിട്ട് എന്തിനാണ് ഈമാൻ എന്ന് പറയുക? അതിലെ പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ അടങ്ങുന്നുണ്ട്. ആ 5 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ അതിന് സാങ്കേതികമായിട്ട് ദീനിൽ ഈമാൻ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഈ 5 കാര്യങ്ങൾ വേണം. നമുക്ക് ഭാഷയിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു, സത്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കുന്നു. അതിനെല്ലാം എന്ത് പറയാം? അവൻ ഈമാൻ ഉള്ളവനാണ്, അല്ലെങ്കിൽ അവനതിൽ ഈമാൻ കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും ഭാഷയിൽ. എന്നാൽ ശർഈയായിട്ട്, ദീനിയായിട്ട് ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിൽ എന്ത് വേണം? 5 ഘടകങ്ങളുണ്ട്. 5 കാര്യങ്ങൾ അടങ്ങിയ ഒരു നിർവചനമാണ്. അത് പ്രകാരമാണ് ഹുവ ഖൗലും ബിൽ ലിസാൻ. ഒന്നാമതായി എന്ത് ചെയ്യുക? നാക്കുകൊണ്ടുള്ള വാക്യമാണ്, പറയലാണ്. അതേപോലെ വഅ്തിഖാദും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ളതായ വിശ്വാസമാണ്. വഅമലും ബിൽ ജവാരിഹ്, അതേപോലെ അവയവങ്ങൾ കൊണ്ടുള്ളതായ പ്രവർത്തികളുമാണ്. വഅമലും ബിൽ ജവാരിഹ് വൽ അർക്കാൻ, ഐ ബിൽ ഖൽബി വഅമലും ബിൽ ജവാരിഹ് വൽ അർക്കാൻ. അപ്പോൾ നാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. നാവ് കൊണ്ട് പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, അവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അവയവം കൊണ്ടെന്ന് പറയുമ്പോൾ അത് ബാഹ്യാവയവങ്ങളുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ആന്തരിക അവയവമുണ്ട്, ഹൃദയവുമുണ്ട്. പ്രവൃത്തി 2 വിധമാണ്. ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ബാഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളുമുണ്ട്. 4ാമത്തെ ഇതിലടങ്ങിയിരിക്കുന്ന കാര്യം യസീദു ബിത്വാഅ. ഈ ഈമാൻ എന്ത് ചെയ്യും? അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. എപ്പോഴാണ് വർദ്ധിക്കുക? അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴെല്ലാം അതെന്ത് ചെയ്യും? വർദ്ധിച്ചു കൊണ്ടിരിക്കും. വയൻഖുസു ബിൽ മഅസിയ, അത് കുറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴാണോ അനുസരണക്കേട് കാണിക്കുന്നത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, അപ്പോൾ ഈമാനിന് കുറവും സംഭവിക്കും. ഇതാണ് ഈമാനിൻ്റെ നിർവചനമായി കൊണ്ട് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അനിവാര്യമായും ഈ 5 കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിന് ഈമാൻ എന്ന് പറയുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ ഇല്ലാതെയായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടുക്കൽ അത് മനസ്സിലാക്കിയിരിക്കുന്ന ഈമാനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ വ്യതിചലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ 5 കാര്യങ്ങൾക്കുള്ള തെളിവ്, ഈ 5 കാര്യങ്ങൾ അടങ്ങിയതാണ് ദീൻ എന്നുള്ളതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, മത്തനിൽ വായിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈമാനിന് 70 ചില്ലുവാനും ശാഖകളുണ്ട്. അതിൽ ഫഅലഹ, ഉന്നതമായത് ഏതാണ്? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ്, നാക്ക് കൊണ്ട് പറയലാണ്. ഇത് വാക്യം ഈമാനാണ്, ഒരാളുടെ സംസാരം ഈമാനാണ് എന്നുള്ളതിനുള്ള തെളിവാണ്.
വഅദ്നാഹ ഇമാത്വത്തുൽ അദാ അനി ത്വരീഖ്. ഈമാനിൻ്റെ ശാഖകളിൽ ഏറ്റവും താഴെയുള്ളത് വഴിയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യലാണ്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളും എന്തിൻ്റെ ഉള്ളിൽ വരും? ഈമാനിൽപ്പെട്ടതാണ് എന്നുള്ളതിനുള്ള തെളിവാണത്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ്. ലജ്ജ എന്നുള്ളത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളിൽപ്പെട്ടതാണ്. അപ്പോൾ ഹൃദയം കൊണ്ടുള്ളതായ വിശ്വാസവും ഇതിൽപ്പെട്ടതാണ്, ഈമാനിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈമാൻ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അതിനുള്ള തെളിവെന്താ? അല്ലാഹു തആല പറയുന്നു, അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന. നിങ്ങളിൽ ആർക്കാണ് ഇത് ഈമാനിനെ വർദ്ധിപ്പിച്ചത്? അതായത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഓരോ സൂറത്തുകളും അവതരിപ്പിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നതാണ്? അവരുടെ ഈമാനിന് വർധനമുണ്ടാകും. അപ്പോൾ ഈമാൻ ഒരേ പൊസിഷനിൽ നിലനിൽക്കുകയല്ല, പിന്നെന്തു ചെയ്യും? അത് കൂടും. നിങ്ങളിൽ ആർക്കാണ് ഇത് ഈമാനിനെ വർദ്ധിപ്പിച്ചത് എന്നുള്ള ചോദ്യം, ഈമാൻ എന്ത് ചെയ്യില്ല, ഒരേ പൊസിഷനിൽ നിലനിൽക്കുകയല്ല, കൂടും എന്നുള്ളതിനുള്ള തെളിവാണ്. ഒരു കാര്യം കൂടുമെങ്കിൽ സ്വാഭാവികമായിട്ടൊന്ന് ചെയ്യും, കുറയുകയും ചെയ്യും. കൂടുന്നതായ ഒന്ന് കുറയുകയും ചെയ്യും. അപ്പോൾ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതിനുള്ള തെളിവ് ആണിത്. അതുപോലെ വേറെയും ധാരാളം ആയാത്തുകളും ഹദീസുകളും എല്ലാം ഇതിലേക്ക് അറിയിക്കുന്നുണ്ട് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇവിടെ 6 റുക്നുകളാണ് ഈമാനിന് പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. അതേപോലെ തന്നെ മലായിക്കത്തിൽ വിശ്വസിക്കലാണ്, കിതാബുകളിൽ വിശ്വസിക്കലാണ്, മുർസലീങ്ങളിൽ വിശ്വസിക്കലാണ്, അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്, ഖദറിലുള്ള വിശ്വാസമാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിർബന്ധമായിട്ടും അടങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ ശരിയായാൽ ഒരാളുടെ അള്ളാഹുവിലുള്ള വിശ്വാസം അടിസ്ഥാനപരമായി എന്താവും? ശരിയാവും. അതിൽ ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബി വുജൂദില്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. ഈ പ്രപഞ്ചത്തിന് എന്തുണ്ട്? ഒരു സൃഷ്ടാവുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്, പരിപാലകനുണ്ട്, അതിന് ഉള്ള ആളുകൾക്ക് റിസ്ക് കൊടുക്കുന്ന, ജീവിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ കാര്യം. ഇത് പല രീതിയിൽ തെളിവുകളുള്ള ഒരു കാര്യമാണ് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്. ഒന്നാമത്തെ തെളിവ് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, മാ മിൻ ആയത്തിൻ ഫീ കിതാബില്ലാഹ് ഇല്ലാ വഫീഹാ ദലീലുൻ അല തൗഹീദ്. അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരായത്ത് പോലുമില്ല, ആ ആയത്തിൽ എന്തുണ്ടായിട്ടല്ലാതെ? തൗഹീദിനുള്ള ദലീലുണ്ടായിട്ടല്ലാതെ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ 6000-ൽ ചില്ലാനം ആയത്തുകളുണ്ടെങ്കിൽ ഓരോ ആയത്തിലും എന്തുണ്ട്? അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് അറിയിക്കുന്ന, അള്ളാഹു ഉണ്ട് എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന തെളിവുകളുണ്ടെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ തെളിവ് തന്നെയാണ് സമഈയായ ശരീഅത്ത് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധ ഖുർആനും സുന്നത്തും അടങ്ങിയിരിക്കുന്ന ധാരാളക്കണക്കിന് തെളിവുകളുണ്ട്. അതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ ഒരാളുടെ ബുദ്ധി അതിലേക്കാണ് തേടുന്നത്. ഒരാൾ ബുദ്ധിയുള്ള, സാമാന്യ ബുദ്ധിയുള്ള ഒരാളാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടിപ്രപഞ്ചം അത് സ്വയംഭൂവായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുക അസാധ്യമാണ്. ഖുർആൻ ധാരാളക്കണക്കിന് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ ചിന്തിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന വസ്തുതകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ എന്നുള്ള സൂറത്തു തൂറിലെ ആയത്ത്. ജുബൈർ ബിൻ മുത്തൈം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഈ ആയത്ത് കേട്ടിട്ടാണെന്നാണ്. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിന് ഈ ആയത്ത് പാരായണം ചെയ്യുകയാണ്. ഇത് അദ്ദേഹം കേൾക്കാനിടയുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് അള്ളാഹു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. മനുഷ്യർ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ പൊതുവെ പല പല ധാരണകൾ ആളുകൾ പറയലുണ്ട്. അതിൽ ഒന്നുകിൽ സ്വയംഭൂവായിട്ടുണ്ടാകണം, അത് സാധ്യമല്ല. അള്ളാഹു ചോദിക്കുക, അം ഖുലിഖൂ, അതല്ല അവർ സൃഷ്ടിക്കപ്പെട്ടുവോ, മിൻ ഗൈരി ഷൈഇൻ, ഒന്നുമല്ലാത്തതിൽ നിന്ന്. അതായത് ഒരു സൃഷ്ടാവ് സൃഷ്ടിക്കാതെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണോ അവരുടെ വാദം? ഇത് ബുദ്ധിയുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മനുഷ്യരുടെ അവരുടെ സൃഷ്ടിപ്പ്, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിലേക്ക് സാമാന്യബോധമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്.
അവരുടെ കണ്ണുകളും അവരുടെ സംസാരവും അവരുടെ കേൾവിയും അവരുടെ ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ സൃഷ്ടി തന്നെയാണെങ്കിൽ പോലും എന്താണ് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന അവർ കൂട്ടമായി അവരുടെ കഴിവുകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വലിയ സാങ്കേതിക വിദ്യകളെക്കാൾ എന്താണ് മികവുറ്റതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ചെറിയ സൃഷ്ടി വരെ. ഇത് ഒരാൾക്ക് എന്ത് ചെയ്യാം, സാമാന്യ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വയംഭൂവായിട്ട് ഇതുണ്ടാകും എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ സാധിക്കില്ല. എങ്ങനെയാണ് സാധിക്കുക? മനുഷ്യന്മാർ എന്ത് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ വില കുറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ വരെയും തനിയെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും വിലമതിക്കാനാകാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അതെങ്ങനെയാണ് സ്വയംഭൂവായിട്ടുണ്ടാവുക? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കാം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, തനിയെ ഉണ്ടായി എന്നാണ് അവർ പറയണത്. അതല്ല ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണ് അവർ സൃഷ്ടിച്ചത്. അങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ ഞാനാണ് എൻ്റെ സംസാരശേഷി ഉണ്ടാക്കിയെടുത്തത്, ഞാനാണ്. അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണാനുള്ള എൻ്റെ ഈ ശേഷി അത് ഞാൻ തന്നെയാണ് എനിക്ക് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ എനിക്ക് നടക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഞാൻ എന്നിൽ ഉണ്ടാക്കിയിരിക്കുന്ന കഴിവുകളാണ്. അല്ലെങ്കിൽ അള്ളാഹ് ചോദിക്കാം ഖലഖുസ് സമാവാതി വൽ അർദ്, അതിനേക്കാൾ വലിയ ഗംഭീരങ്ങളായ സൃഷ്ടിപ്പുകൾ ആകാശങ്ങളും ഭൂമിയൊക്കെ അവർ സൃഷ്ടിച്ചു എന്നാണ് അവർ പറയുന്നത് എന്നതാണ് ചോദിക്കുക. അപ്പോൾ ഇതിന് ഉത്തരമില്ല. അപ്പോൾ പിന്നെ മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത് എന്താണ്? അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നുള്ളത് മനുഷ്യബുദ്ധിയുടെ നേട്ടമാണ്. അതേപോലെ തന്നെ മൂന്നാമതൊരു തെളിവ് ബിൽ ഹിസ്സി, അനുഭവജ്ഞാനം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും, മനുഷ്യനെ നയിക്കും. ഉദാഹരണം പറഞ്ഞാൽ തക്കൂനു ഫി കർബിൻ വഷിദ്ദ, നീ ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു, ഒരു പ്രയാസകരമായ അവസ്ഥയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും തർഫഉ യദൈക ഇല സമാ വതഖൂൽ, നീ നിൻ്റെ കരങ്ങൾ അല്ലാഹ് ആകാശത്തിലേക്ക് ഉയർത്തും. എന്നിട്ട് നീ പറയും യാ റബ്ബി, എൻ്റെ റബ്ബേ, പടച്ചവനെ എന്ന് വിളിക്കും. തജിദു ഹാദൽ കർബ് യർതഫിഉ ബിഇദ്നില്ലാഹി സുബ്ഹാനഹു വ തആല, പലപ്പോഴും അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഈ വിളിയിൽ എന്ത് ചെയ്യും, നീങ്ങിപ്പോവുകയും ചെയ്യലുണ്ട്. ഇത് കുഫാറുകൾക്കടക്കം അനുഭവവേദ്യമായ കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവർ മുശ്രിക്കീങ്ങൾ കപ്പലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, റബ്ബിനെ വിളിക്കുമായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുമായിരുന്നു. വിളിക്ക് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഓരോ മനുഷ്യർക്കും ചെയ്തിട്ടുണ്ടാകാം, കടന്നുപോയിട്ടുണ്ടാകാം. ഇത് കാരണം മനുഷ്യൻ്റെ പ്രകൃതം എന്താണ്, അതാണ് അടുത്ത തെളിവ്. മനുഷ്യ പ്രകൃതം അള്ളാഹുവിലേക്ക് എന്താണ്, അടുപ്പിക്കുന്നതാണ് എന്നുള്ള കാരണത്താൽ എന്തു ചെയ്യും, അവൻ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തേട്ടം എവിടേക്കായിരിക്കും, അള്ളാഹുവിലേക്കായിരിക്കും. പലപ്പോഴും അങ്ങനെ തേടുമ്പോൾ എന്തു ചെയ്യും, അതിന് ഉത്തരവും അവനക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇത് അവരുടെ അനുഭവ സാക്ഷ്യമാണ്. അതുപോലെ ബിൽ ഫിത്ര, ഫിത്രത്ത് കൊണ്ടും അള്ളാഹുവിലേക്ക് എത്തും. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, മുസ്ലിം പറഞ്ഞതാണ്. എല്ലാ മൗലൂദും എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്ന സകലരും അവർ എന്ത് ചെയ്തിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ശുദ്ധപ്രകൃതിയുടെ മേലാണ്. അങ്ങനെ അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനി, അവരുടെ മാതാപിതാക്കളാണ് അവരെ ജൂതനോ നസ്വാറയോ അല്ലെങ്കിൽ മജൂസിയോ ആക്കി തീർക്കുക. അപ്പോൾ സ്വാഭാവികമായും എന്താണ്, അവനെ ശുദ്ധപ്രകൃതിയിലാണ് അവൻ വളരുക. ഒരാൾ മാതാപിതാക്കൾ അവനെ ഇസ്ലാമിക തർബിയത്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഷിർക്കൻ ബിദ്അത്ത് നടപടിക്രമങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല, അതല്ലാതെ സ്വാഭാവികമായിട്ട് വളർന്നാലും അവൻ എങ്ങനെയേ വളരുള്ളൂ, അള്ളാഹുവിലേക്ക് മുഖം തിരിക്കുന്നവനായിക്കൊണ്ടേ വളരുള്ളൂ എന്നാണ്. അവൻ പിന്നീട് ശുദ്ധപ്രകൃതിയിൽ തെറ്റുന്നത് അവൻ്റെ സാഹചര്യങ്ങൾ മുഖേനയാണ്. അത് എല്ലാ വിഷയത്തിനും ഈമാനികമായിട്ടും അതുപോലെ തന്നെ സ്വഭാവ സംസ്കരണത്തിലേക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ തർബിയത്ത് ചെയ്യുന്നിടത്ത് വലിയ ശ്രദ്ധ എന്താണ് ആവശ്യമാണ്. അവരെ തർബിയത്ത് അവരുടെ സ്വഭാവം രൂപീകരണത്തിൽ വലിയ സ്വാധീനം ഇന്നുണ്ടാവും. മാതാപിതാക്കളുടെ പ്രവൃത്തികളിൽ അവരെ സ്വഭാവങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഫലിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിത്രത്തും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാണ്, അള്ളാഹുവിലേക്കാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്, അവനെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതിലേക്കാണ്. ഈ 4 കാര്യങ്ങൾ അടങ്ങിയാലേ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം ഈമാനിൻ്റെ അർക്കാനുകളിൽ മലായിക്കത്തിലുള്ള വിശ്വാസമാണ്. മലായിക്കത്ത് എന്ന് പറയുന്നത് ഹും ആലമുൻ ഗൈബിയുൻ, അദൃശ്യമായ ഒരു ലോകമാണ് മലായിക്കത്തിൻ്റേത്. മലായിക്കത്തിൻ്റെ ലോകം എന്നത് ഖലഖഹുമുല്ലാഹു മിൻ നൂരി, പ്രകാശത്താലാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രകാശം കൊണ്ടാണ്.
യുതീഊന അല്ലാഹ വലാ യഅസൂന, അവർ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു, തീരെ തന്നെ എന്ത് ചെയ്യുന്നില്ല, പാപങ്ങളിൽ ഏർപ്പെടുന്നില്ല. അവർക്ക് റൂഹുകളുണ്ട്, ആത്മാക്കളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റൂഹുൽ ഖുദുസ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആത്മാക്കളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ശരീരങ്ങളുണ്ട്, അതും ഖുർആൻ പറയുന്നുണ്ട്. ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാ, ഈ രണ്ടും മുമ്മൂന്നും അതേപോലെ തന്നെ നാല് നാലുമായിക്കൊണ്ട് ചിറകുകളുള്ളതായ നിലയിൽ എന്ത് ചെയ്തിരിക്കുന്നു, അള്ളാഹു മലായിക്കത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആത്മാക്കളുണ്ട്, അതേപോലെ തന്നെ ശരീരവും അവർക്കുണ്ട്. അവർക്ക് ബുദ്ധിയുണ്ട്, ഹൃദയമുണ്ട്. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും, ഇത് മലായിക്കത്തിനെ സംബന്ധിച്ചുള്ള വാക്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്, ആകാശലോകത്ത് മലായിക്കത്ത് ഒന്നടങ്കം ബോധരഹിതരായി വീണുമെന്നാണ്. അള്ളാഹുവിൻ്റെ മഹത്വം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ വീണുപോകുന്നതാണ്. വീണുപോയതിന് ശേഷം ഒന്നാമത് എണിക്കുന്നത് ആരായിരിക്കും, ജിബ്രീൽ അലൈഹിസ്സലാമായിരിക്കും. അങ്ങനെ മറ്റുള്ളവരെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കും, അവരുടെ ആ ഹൃദയത്തിൻ്റെ പരിഭ്രമത്തിൽ നിന്ന് അവർ എന്ത് ചെയ്യുമോ, മോചനം നേടുമ്പോൾ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് ഇപ്പോൾ പറഞ്ഞത് എന്ന് ചോദിക്കുമെന്നാണ്. അപ്പോൾ ഇത് എന്തിലേക്ക് അറിയിക്കുന്നുണ്ട്, ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൻ്റെ പീടി മാറ്റപ്പെട്ടാൽ, അപ്പോൾ ഹൃദയമുണ്ടവർക്ക് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവരിൽ ചില ആളുകളുടെ പേരുകൾ അള്ളാഹു ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം, അതേപോലെ തന്നെ ഇസ്രാഫീൽ, മീകായിൽ, ഇങ്ങനെ പേര് പറയപ്പെട്ടിരിക്കുന്ന മലായിക്കത്തിനെ ആ രീതിയിൽ മനസ്സിലാക്കുക. ചില ആളുകളുടെ സുഫാത്തുകൾ, ഗുണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്താണ്, അർശിനെ ചുമക്കുന്നതായ മലായിക്കത്തുണ്ട്. അതേപോലെ തന്നെ സുജൂദിൽ തന്നെ കിടക്കുന്ന മലായിക്കത്തുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഗുണങ്ങൾ പറയപ്പെട്ടിരിക്കുന്നതായ എന്തുണ്ട്, മലായിക്കത്തുകളുണ്ട്. മനുഷ്യരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന, അതേപോലെ തന്നെ ഖബറിൽ ചോദ്യം ചോദിക്കുന്ന വ്യത്യസ്തങ്ങളായ മലായിക്കത്ത് എന്ത് ചെയ്തിട്ടുണ്ട്. അതിൽ പേര് പരാമർശിക്കപ്പെട്ടവരങ്ങനെ, അതുപോലെ തന്നെ വ്യത്യസ്ത സിഫാത്തുകൾ പറഞ്ഞ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, വിശ്വസിക്കുക എന്നുള്ളത് മലായിക്കത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തെ റുക്കിന് പരിശുദ്ധ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ ഓരോ സമൂഹങ്ങളിലേക്കും വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഈ ഗ്രന്ഥങ്ങൾ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. യജിബു അൻ നുഅ്മിന ബി അന്നഹ കലാമുല്ലാഹ് ഹഖീഖത്തൻ ലാ മജാസ, അള്ളാഹുവിൻ്റെ കിതാബുകൾ അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഹഖീഖത്തൻ, യാഥാർത്ഥ്യമായിട്ട് തന്നെ അള്ളാഹു എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു. ആ സംസാരിച്ചിരിക്കുന്നതായ കലാമാണ്, ആലങ്കാരികമായിട്ട് കലാമെന്ന് പറയുന്നതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മനസ്സിലാക്കിയതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതല്ല. അങ്ങനെയാണ് നമ്മുടെ നാടുകളിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. അള്ളാഹു അത് നേരിട്ട് സംസാരിച്ചതല്ല എന്ന് വിശ്വസിക്കും. അള്ളാഹു നേരിട്ട് സംസാരിച്ചതാണ്. അതെന്ത് ചെയ്യുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തു തന്നെയാണ്. ഹഖീഖത്തിന് അങ്ങനെ തന്നെയാണ്. ഇത് ഇങ്ങനെ ഇറക്കപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെട്ടതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു, ഓരോ റസൂലുകൾക്കും ഇങ്ങനെ കിതാബുകൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഖബറുകളുണ്ട്, വാർത്തകളുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. പേര് പറയപ്പെട്ടിരിക്കുന്ന കിതാബുകളുണ്ട്. തൗറാത്ത് പോലെ, ഇഞ്ചീൽ പോലെ, സബൂർ പോലെ, പരിശുദ്ധ ഖുർആൻ പോലെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനും മൂസ അലൈഹിസ്സലാമിനും നൽകിയ സുഹുഫുകൾ പോലെ, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏടുകൾ, സുഹുഫുകൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് കിതാബുകളിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നാലാമത്തെ റുക്കിന് മുർസലീങ്ങളിലുള്ള വിശ്വാസമാണ്. മുർസലീങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ അനിവാര്യമായും അറിയേണ്ടത് മുർസലീങ്ങൾ മനുഷ്യരാണ്. ബി അന്നഹും ബഷറുൻ ലൈസ ലഹും മിൻ ഖസാഇസി റുബൂബിയ്യത്തി ഷൈഉൻ, റുബൂബിയ്യത്തിൻ്റെ യാതൊരു പ്രത്യേകതകളും അവർക്കില്ല. മുർസലീങ്ങൾക്ക് സൃഷ്ടിപ്പിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥതാവകാശത്തിലോ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ എന്തില്ല, യാതൊരുവിധ അധികാരവുമില്ല.
അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അവർക്ക് യാതൊരു കൈകടത്തലുമില്ല. വഅന്നഹും അബീദുൻ ലാ യുഅബദൂൻ, അവർ അടിമകൾ മാത്രമാണ്, ഇബാദത്ത് ചെയ്യപ്പെടുന്നവരല്ല. വഅന്നല്ലാഹ അർസലഹും വഔഹാ ഇലൈഹിം, അള്ളാഹു അവരെ അടിമകളിലേക്ക് നിയോഗിച്ചിരിക്കുന്നു, വഹി നൽകുന്നതിനോടുകൂടെ. ഇത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? മുർസലീങ്ങൾക്ക് വഹി നൽകിക്കൊണ്ടിരിക്കുന്നു. വഅയ്യദഹും ബിൽ ആയാത്ത്, ആയാത്തുകൾ കൊണ്ട് അള്ളാഹു അവരെ ശക്തിപ്പെടുത്തുന്നു. അത് ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലൂടെ ഉള്ള ആയാത്തായിട്ടും അതേപോലെ തന്നെ പല മുഅ്ജിസാത്തുകളിലൂടെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വഅന്നഹും അദ്ദൗ അൽ അമാന, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ, അമാനത്തുകൾ അത് പൂർണ്ണമായും വീട്ടിയവരാണവർ. വനസഹു അൽ ഉമ്മ വബല്ലഹു, ഉമ്മത്തിനോട് അങ്ങേയറ്റം ഗുണകാംക്ഷയുള്ളവരായിരുന്നു അവർ. അവർ എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് മുഴുവൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്? എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വജാഹദു ഫില്ലാഹി ഹഖ്ക ജിഹാദി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യഥാവിധം ജിഹാദ് ചെയ്തവരാണവർ. അതുകൊണ്ട് തന്നെ നുഅ്മിനു ബിഹിം, അവരിൽ നാം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. വബിമാ അഅലമന അല്ലാഹു മിൻ അസ്മാഇഹിം വസിഫാതിഹിം വഅഖ്ബാരിഹിം, അതേപോലെ തന്നെ അള്ളാഹു അവരിൽ ചില ആളുകളുടെ പേരുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഗുണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനെല്ലാം മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഒന്നാമത്തെ നബി ആരാണ്? ആദം അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ നബി. റസൂലുമാരിൽ ഒന്നാമത്തെ ആളാരാണ്? നൂഹ അലൈഹിസ്സലാമാണ്. വഖാത്തമുൽ അംബിയ ഇവർ റസൂലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ ഒടുവിലത്തെ റസൂലും നബിയുമാർ തന്നെയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തോടു കൂടി മുൻകഴിഞ്ഞിരിക്കുന്ന അംബിയ മുർസലീങ്ങളുടെ ശരീഅത്ത് മുഴുവൻ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അത് നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ 5 ആളുകൾ ഉലുൽ അസ്മുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നിവരാണ്. ഇതിൽ ഈ നബിയും റസൂലും തമ്മിലുള്ളതായ വ്യത്യാസം, നബി എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിലേക്ക്, സമൂഹത്തിലേക്ക് അവർ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, നിയോഗിക്കപ്പെട്ടതാണ്. റസൂൽ എന്നുള്ളത് മുസ്ലിം സമൂഹം സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു, അടിസ്ഥാനപരമായ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ശിർക്കിലേക്ക് പോകുമ്പോൾ അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? തൗഹീദിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹു നിയോഗിക്കുന്നവരാണ് ആര്? മുസ്ലിങ്ങൾ. ആദം അലൈഹിസ്സലാമിൻ്റെ 10 തലമുറ നൂഹ അലൈഹിസ്സലാം വരെയും എന്തായിരുന്നു? തൗഹീദിലായിരുന്നു. അതുകൊണ്ട് അവിടെ മുസ്ലിങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല. നൂഹ അലൈഹിസ്സലാമിൻ്റെ കാലമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ എന്ന് പറയുന്ന 5 സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥ എന്ത് ചെയ്തു? ഉടലെടുത്തു. അപ്പോൾ അള്ളാഹുവിനുള്ള ഇബാദത്ത് ഈ പറയുന്ന സ്വാലിഹീങ്ങൾക്ക് നൽകി. അപ്പോൾ എന്ത് ചെയ്തു? നൂഹ അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ റസൂലായിട്ട് എന്ത് ചെയ്തു? അവരിലേക്ക് നിയോഗിച്ചു. ഇനി അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനവുമായി ബന്ധപ്പെട്ടതാണ് 5ാമത്തെ റുക്ന്. അന്ത്യദിനം ഇതിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് മരണശേഷം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ അതിലെല്ലാം വിശ്വസിക്കുന്നതാണ് എന്ത്? അന്ത്യദിനത്തിലുള്ള വിശ്വാസം. മരണശേഷം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് മനുഷ്യന് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗൈബിയായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരാൾക്ക് വിശ്വസിക്കാൻ മാർഗം അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് മാത്രമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവോ മരണശേഷം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഏത് കാര്യവും അതിൽ വിശ്വസിക്കലാണെന്ത്? അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അതിൽ ഖബറിലുള്ള ഫിത്ന ഉൾപ്പെടും. ഖബറിലുള്ള ഫിത്നയാണ് മരണശേഷമുള്ള ഏറ്റവും ഭയാനകമായ ഫിത്ന അതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ നമസ്കാരത്തിലും. അതേപോലെ തന്നെ സൂറിലുള്ളതായ ഊത്ത്, സൂറിൽ ഊതുമ്പോഴാണ് എന്ത് ചെയ്യുക? ലോകം മുഴുവനും അവസാനിക്കുന്നതും പിന്നീട് വീണ്ടും മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും. അതേപോലെ തന്നെ അങ്ങനെ ഊതുന്ന സമയത്ത് അവരുടെ ഖബറുകളിൽ നിന്ന് മനുഷ്യരെന്ത് ചെയ്യും? അവർ ഉയർത്തെഴുന്നേറ്റ് വരും. അതുപോലെ മീസാനുകളെ സംബന്ധിച്ചുള്ളതായ വിശ്വാസം, മനുഷ്യരുടെ നന്മതിന്മകൾ, അവരുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തപ്പെട്ടതായ ഏടുകൾ മനുഷ്യരെ തന്നെ എന്തു ചെയ്യും? മീസാനിൽ തൂക്കപ്പെടും. മീസാനിൽ 3 രീതിയിലാണ് തൂക്കപ്പെടുന്നത് എന്നാണ്. ഒന്ന് അവരെ തന്നെ തൂക്കപ്പെടും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചില ഹദീസുകളിൽ കാണാം.
അതേപോലെ തന്നെ അവരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയതായ ഏടുകൾ തൂക്കപ്പെടും. അങ്ങനെ തൂക്കപ്പെടുമ്പോൾ ഏറ്റവും ഭാരമുള്ളത് ഏതായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി തഹ്ഖീഖ് ചെയ്ത ഒരാളുടെ ആ കർമ്മത്തിൻ്റെ ഏട് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളുംക്കാളും എന്തുള്ളതായിരിക്കും? ഭാരമേറിയതായിരിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവരെ തന്നെ തൂക്കും. അതേപോലെ തന്നെ അവരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ തൂക്കും. നമ്മൾ പറഞ്ഞെന്താ? ഒന്നുകൂടി പറഞ്ഞില്ലേ? രണ്ടാ പറഞ്ഞോളൂ. 3 എണ്ണം ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന് അവരുടെ രേഖകളാണ്, എഴുതപ്പെട്ട രേഖകൾ. മറ്റൊന്ന് അവരെ തന്നെ തൂക്കും. ഒരു സഹാബിയെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. ആ സഹാബിയുടെ മെലിഞ്ഞൊട്ടിയ കാലുകൾ കണ്ടപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ളവർ ചിരിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മീസാനിൽ ആ കാലിനെന്തുണ്ട്, അതിൻ്റെ തൂക്കത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെ തന്നെ തൂക്കും, അവരുടെ കർമ്മങ്ങൾ തൂക്കും. അതേപോലെ തന്നെ അവരുടെ കർമ്മങ്ങൾ തൂക്കും. കർമ്മങ്ങൾ എഴുതിയ രേഖകൾ തൂക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? കർമ്മങ്ങൾ തൂക്കപ്പെടും. ഇതാണ് 3 രീതിയിലുള്ളതായ മീസാനിൽ തൂക്കപ്പെടുന്ന 3 വസ്തുക്കളതാണ്. അത് ഈ പറഞ്ഞ രേഖകളാണ്. അല്ല, അതിൻ്റെ ശുറൂത്ത് പാലിച്ച ആൾക്കാർ. കേട്ടിട്ടില്ല ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല. അതുപോലെ തന്നെ സുഹഫുകളിലുള്ള സുഹഫ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏടുകൾ, മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ. അതുപോലെ സുറാത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നതാണ്. ജഹന്നമിൻ്റെ മേലെ നാട്ടപ്പെട്ടിരിക്കുന്നതാണ് സുറാത്ത്. അതിലൂടെ എന്ത് ചെയ്യും? മുനീങ്ങളെയാണ് അതിലൂടെ എന്ത് ചെയ്യുക? പാസ് ചെയ്തുകൊണ്ട് മുനീങ്ങളാണ്. കുഫാറുകൾ നേരത്തെ എന്ത് ചെയ്യും? നരകത്തിലേക്ക് എറിയപ്പെടും. ഇതിലുള്ള സുറാത്തിലൂടെ വിശ്വാസികളായ ആളുകളെയാണ് കടത്തിവിടുക. അതിൽ അതിവേഗതയിൽ കടന്നു പോകുന്ന ആളുകളുണ്ടാകും, വേഗത കുറഞ്ഞ ആളുകളുണ്ടാകും. അതേപോലെ തന്നെ അതിലേക്ക് നരകത്തിലേക്ക് വീടുന്ന ആളുകളുണ്ടാവും. അത് അതിലുള്ള വിശ്വാസം ഈ പറയുന്ന ഖിയാമത്ത് നാളിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സിറാത്തിലുള്ളതായ വേഗത ഭൂമിയിൽ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്ന മുസ്തഖീമായ വഴി, അതിലുള്ള വേഗതക്കനുസരിച്ചാണെന്നാണ്. ഭൂമിയിൽ അള്ളാഹു ചെയ്തിട്ടുണ്ട്, ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്, സത്യമാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. ആ സത്യമാർഗത്തിലൂടെ ഒരാൾ എത്ര വേഗതയിൽ സഞ്ചരിക്കുന്നുവോ ആ വേഗതയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആഖിറത്തിലുള്ള സിറാത്തിൻ്റെ മേലെയും ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നടക്കാൻ, കടന്ന് പാസ് ചെയ്തു പോകാൻ സാധിക്കും. ഇവിടെ ഒരാൾ പിന്നിലാണ് എങ്കിൽ അവിടെയും എന്ത് ചെയ്യേണ്ടി വരും? പിന്നിൽ പോകേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ ഹൗദുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക ഹൗദുണ്ട്, അതിലുള്ള വിശ്വാസം. അതുപോലെ ഷഫാഅത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെയും പ്രത്യേകമായ ഷഫാഅത്തുണ്ട്. ഷഫാഅത്തുൽ ഉദുമ, അഷ്ഫാഅത്തുൽ കുബറയുണ്ട്. വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതായ ശുപാർശയാണെന്ത്? ഷഫാഅത്തുൽ ഉദുമ. അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹരായ ആളുകൾ അതിലേക്ക് പ്രവേശിപ്പിക്കാൻ പ്രത്യേകമായ ശുപാർശയുണ്ട്. നരകത്തിൽ പോകാൻ അവകാശികളായ ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, പ്രവേശിക്കാതെ രക്ഷപ്പെടുത്തുന്ന ശുപാർശകളുണ്ട്. നരകത്തിൽ പ്രവേശിച്ച ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ശുപാർശകളുണ്ട്. ഇതെല്ലാം വ്യത്യസ്ത രീതികളാണ്. ഇതിൽ ഷഫാഅത്തുൽ കുബറ ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ബാക്കിയുള്ളത് മലായിക്കത്തുകളുടെ ശുപാർശയുണ്ട്, സ്വാലിഹീങ്ങളുടെ ശുപാർശയുണ്ട്. അതുപോലെ നന്മകളിൽ മുന്നേറിയ പല ആളുകളുടെയും ശുപാർശകളുണ്ട്. പിന്നെ സ്വർഗം, നരകം, അതിലുള്ള വ്യത്യസ്തങ്ങളായ സവിശേഷതകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അതിലുള്ള അദാബിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. അതുപോലെ വറുയത്തുൽ മുഅ്മിനീന ലിറബ്ബിഹിം യൗമൽ ഖിയാമ വഫിൽ ജന്ന. ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും, അള്ളാഹുവിനെ കാണാൻ സാധിക്കും. ഇതിലുള്ള വിശ്വാസം, ഇത് അഹ്ലു സുന്ന വിശ്വസിക്കുന്ന വിശ്വാസമാണ്.
അതിന് നിഷേധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റും? യാതൊരു രീതിയിലുള്ളതായ അവ്യക്തതകളുമില്ലാതെ അള്ളാഹുവിനെ എന്ത് ചെയ്യാൻ സാധിക്കും? കാണാൻ സാധിക്കും മുഅ്മിനീങ്ങൾക്ക്. അതായിരിക്കും അവരുടെ അനുഭൂതികളിൽ, സന്തോഷങ്ങളിൽ ഏറ്റവും മുന്തിയ സന്തോഷം അതായിരിക്കുമെന്നാണ്. സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് ലഭിക്കുന്ന അവരിഷ്ടമുള്ളത് അവിടെ ലഭിക്കുന്നതാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ആ അനുഗ്രഹങ്ങളെല്ലാം വിസ്മൃതിയിലായി പോകും. അവനെന്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കാണുമ്പോൾ അത്രയ്ക്കും വലിയ സന്തോഷമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണൽ. ഉലമാക്കൾ പറയുന്നത് കാണാം, അള്ളാഹുവിനെ സ്വർഗത്തിൽ കാണുന്നതാണ് ആഖിറത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷമെങ്കിൽ ഭൂമിയിലുള്ള ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിന് എന്ത് ചെയ്യലാണ്? അറിയാനുള്ളതായ തൗഫീഖ് ലഭിക്കലാണ് എന്ന് ഉലമാക്കൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. വഗൈരിഹാ മിനൽ ഉമൂരി ഗൈബിയ, ഇതേപോലെ ഗൈബിയായ ഉമൂറുകൾ, അതായത് മരണത്തിന് ശേഷം സംഭവിക്കുമെന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാമാണെന്ത്? അന്ത്യദിനത്തിലുള്ളതായ വിശ്വാസം. ആറാമത്തെ റുക്കിന് ഖദറിലുള്ള വിശ്വാസമാണ്. ഇതിന് പ്രധാനപ്പെട്ട 4 അർക്കാനുകളുണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അൽ ഇൽമു, ജ്ഞാനമാണ്. അതായത് അൽ ഈമാനു ബി അന്നഹു സുബ്ഹാനഹു വ തആല അലിമ കുല്ല ഷൈഇൻ ജുംലതൻ വ തഫ്സീല. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല കാര്യങ്ങളെയും സംബന്ധിച്ച് മൊത്തത്തിലും അതേപോലെ തന്നെ വിശദമായും അറിവുള്ളവനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സകല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ആദ്യമേ ഉള്ള അറിവാണ്. അത് അള്ളാഹുവിന് എന്തുണ്ട്? അറിയാം. ആ ഇൽമ് അത് അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണതയുടെ ഭാഗവുമാണ്. ഇത് അറിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഖദറിലുള്ള വിശ്വാസത്തിൽ. ഒരു വിശ്വാസി അങ്ങനെ വിശ്വസിച്ചിരിക്കണം. അള്ളാഹു അറിയുന്ന കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ, ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാനുള്ളതും എന്താണ്? അള്ളാഹുവിൻ്റെ ഇൽമിൽ മുൻകടന്നിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ അൽ കിതാബത്തു, അത് രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയും എന്തെല്ലാം സംഭവിക്കുമോ ഇതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് അതിനെന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അൽ മഷീഅ, അള്ളാഹുവിൻ്റെ ഇച്ഛയെ സംബന്ധിച്ചാണ്. അൽ ഈമാനു ബി അന്ന മാ ഷാ അല്ലാഹു കാൻ, അള്ളാഹു ഇച്ഛിക്കുന്നത് എന്ത് ചെയ്യും? നടക്കും. വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. വ അന്ന ലിൽ അബ്ദി മഷിഅത്തൻ, അതേപോലെ തന്നെ അടിമക്കും എന്തുണ്ട്? ഇച്ഛിക്കാനുള്ള, ഉദ്ദേശിക്കാനുള്ള ശേഷി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ലാകിന്നഹ ദാഖിലത്തുൻ തഹത മഷിഅത്തില്ലാഹി സുബ്ഹാനഹു വ തആല, പക്ഷെ മനുഷ്യരുടെ ഇച്ഛ അള്ളാഹുവിൻ്റെ മഷിഅത്തിന് എവിടെയാണ്? ഉദ്ദേശത്തിന് താഴെ മാത്രമാണ്. മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? ഉദ്ദേശിക്കാൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്. അള്ളാഹു കാര്യങ്ങൾ ഇച്ഛിക്കുമ്പോഴാണ്, ഉദ്ദേശിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? കാര്യങ്ങൾ സംഭവിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചാൽ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? നടക്കുകയില്ല. നാലാമത്തെ കാര്യം അൽ ഖൽഖു, ഈ കാര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അൽ ഈമാനു ബി അന്നൽ അബ്ദ മഖ്ലൂഖുൻ, മഖ്ലൂഖാണ്, അടിമ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഹുവ വ അമാലുഹു, അവനും സൃഷ്ടിയാണ്, അവൻ ചെയ്യുന്ന സകല കർമ്മങ്ങളും സൃഷ്ടിയാണ്. ഒരാൾക്ക് നമ്മൾ സംസാരിക്കുന്നു, ഈ സംസാരം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു നമുക്ക് കഴിവ് തന്നുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക? സംസാരിക്കുക. നമ്മുടെ ഏത് പ്രവർത്തികളും അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ്. വകദാലിക സായിറുൽ കായിനത്ത്, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. അള്ളാഹു പറയുന്നുണ്ട്, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹുവാണ് സകല വസ്തുക്കളുടെയും സൃഷ്ടാവ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തികളെയും അള്ളാഹുവാണ് എന്ത് ചെയ്യുക? സൃഷ്ടിക്കുക. ഒരാൾക്കൊരു പ്രവൃത്തി ചെയ്യാൻ കഴിവ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു നൽകിയതേ മുഖേനയെ സാധിക്കുകയുള്ളൂ. ഇതാണ് എന്ത്? ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 അടിസ്ഥാന ഘടകങ്ങൾ ഇതാണ്. അതിനെ ഒരു നാദിം ഇങ്ങനെ പറഞ്ഞത് കാണാം, ഇൽമുൻ കിതാബത്തു മൗലാന മഷിഅതുഹു വഖൽഖുഹു വഹുവ ഈജാദുൻ വതക്വീനു എന്നുള്ളതാണ്. ഇൽമ്, കിതാബത്ത്, അതേപോലെ തന്നെ മഷിഅത്ത്, പിന്നീട് ഖൽഖ്, സൃഷ്ടിപ്പ്. ഇതാണ് ദീനിൻ്റെ മർത്തബകളിൽ രണ്ടാമത്തെ മർത്തബ. ബാങ്കുളിച്ചോ? ഇനി നമുക്ക് മൂന്നാമത്തെ മർത്തബയാണ്
സംസാരിക്കാനുള്ളത്. മൂന്നാമത്തെ മർത്തബ അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്നുള്ളതാണ്. അൽ മർത്തബത്തു സാലിസ, മൂന്നാമത്തെ മർത്തബ അൽ ഇഹ്സാൻ. ഇസ്ലാം, ഈമാൻ, അതിൻ്റെ മേലെയാണെന്ത്? അൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്നുള്ള റുക്കുനിൻ വാഹിദുൻ, അതിനൊറ്റ റുക്കനാണുള്ളൂ. ഇസ്ലാമിന് നമ്മൾ 5 റുക്കിന് പറഞ്ഞു, ഈമാനിന് 6 റുക്കിന് പറഞ്ഞു, ഇഹ്സാനിന് ഒറ്റ റുക്കനാണുള്ളത്. വഹുവ, ആ റുക്കൻ ഏതാണ്? അൻ തഅബുദല്ലാഹ്, നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്. ഏതുപോലെയാണ് നീ ഇബാദത്ത് ചെയ്യേണ്ടത്? കഅന്നക തറാഹു, നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ. അതാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ നിലവാരം. ഫഇൻ ലം തകുൻ തറാഹു, അതിന് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഫഇന്നഹു യറാഖ്, അവൻ നിന്നെ കാണുന്നുണ്ട് എന്നതുപോലെ എന്ത് ചെയ്യണം? നീ ഇബാദത്ത് ചെയ്യണം. ഇതാണ് ഇഹ്സാനിൻ്റെ റുക്ന്. എന്താണ് ഈ ഇഹ്സാനിൻ്റെ ദലീല്? അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, അള്ളാഹു തഖ്വ പാലിക്കുന്നവരുടെ കൂടെയാണ്, അതേപോലെ തന്നെ മുഹ്സിനീങ്ങളുടെ കൂടെയുമാണ്, ഇഹ്സാനോടെ ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂടെയുമാണ്. മറ്റൊരായത്തിൽ കാണാം, വതവക്കൽ അലൽ അസീസിർ റഹീം, അസീസും റഹീമുമായവൻ്റെ മേൽ നീ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പരമേൽപ്പിക്കുക. പ്രതാപവാനും റഹ്മത്തുള്ളവനുമായ. അല്ലദീ യറാക ഹീന തഖൂം, നീ നമസ്കാരം നിർവഹിക്കുമ്പോൾ അവൻ നിന്നെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വതഖല്ലുബക ഫിസ്സാജിദീൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നീ സുജൂദിലായിരിക്കുമ്പോൾ നിൻ്റെ ചലനങ്ങൾ, നിൻ്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ നീ റുക്കൂഅ ചെയ്യുന്നു, ഉയരുന്നു, സുജൂദ് ചെയ്യുന്നു, അവിടെ നിന്ന് ഉയരുന്നു, ഇതെല്ലാം അള്ളാഹുവിനെ കാണുന്നുണ്ടെന്നുള്ള ബോധത്തിലായിരുന്നു. നീ അള്ളാഹുവിൻ്റെ മുന്നിലാണെന്നുള്ള ബോധം നിനക്ക് എന്ത് ഉണ്ടാകണം. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അതുപോലെ മറ്റൊരായത്ത് കാണാം, വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇദ് തുഫീദൂന ഫീ, നീ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും, നീ ഏതൊരു കാര്യത്തിലാകട്ടെ, അതേപോലെ തന്നെ ഖുർആനിൽ നിന്ന് ഏതൊന്ന് പാരായണം ചെയ്യട്ടെ, ഏതൊരു പ്രവർത്തി ചെയ്യട്ടെ, അവിടെയെല്ലാം നിങ്ങളുടെ പ്രവർത്തികളുടെ മേൽ നാം എന്താണ്? സാക്ഷിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോധത്തോടെ ഇബാദത്ത് ചെയ്യുന്നതിനാണ് എന്ന് പറയുക, ഇഹ്സാൻ എന്ന് പറയുക. ഈ ഇഹ്സാൻ ഇതിന് ഒറ്റ റുക്കനാണുള്ളൂ. നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ ഇബാദത്ത് ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഇതാണ് അതിൻ്റെ 2 റുക്കൻ. ഇതിന് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉലമാക്കൾ വേർതിരിക്കുന്നുണ്ട്. ഇതിന് 2 പൊസിഷനുണ്ട്. ഒന്ന് ഇബാദത്തുൽ മുഷാഹദയാണ്. ഇബാദത്തുൽ മുഷാഹദ എന്ന് പറഞ്ഞാൽ ഹിയ ഇബാദത്തു ഹുബ്ബിൻ വറഗ്ബത്തിൻ വഷൗഖിൻ ലിമാ ഇൻദല്ലാഹ്, സ്നേഹത്തോടെ, അതിയായ ആഗ്രഹത്തോടെ, ഷൗക്കോടെ. ഷൗക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയം ഏതൊന്നിനെയോ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അതിവേഗതയിൽ സഞ്ചരിക്കുക, ആ സഞ്ചരിക്കുന്ന അവസ്ഥക്കാണെന്ന് പറയുക ഷൗക്ക് എന്ന് പറയുക. ഇങ്ങനെ ഷൗക്കോട് കൂടിയിട്ട് എന്തിനെ പ്രാപിക്കാനുള്ള ഷൗക്കാണ്? ലിമാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്. അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അതേപോലെ അള്ളാഹു മുത്തഖീങ്ങൾക്ക്, മുഹ്സിനീങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് കരഗതമാക്കണം. അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? അതിവേഗം സഞ്ചരിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ചെയ്യുന്ന ഇബാദത്ത്, അതിനാണ് എന്ത് പറയുക? ഈ പറയുന്ന ഇബാദത്തു മുഷാഹദ എന്ന് പറയും. ഇബാദത്തുൽ മുഷാഹദ എന്ന് പറയും. അതാണ് ആദ്യം പറഞ്ഞ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെയുള്ള ഇബാദത്ത്. അവിടെ ആരുടെയും നിർബന്ധപൂർവമല്ല, ആരെങ്കിലും പേടിച്ചുകൊണ്ടല്ല, പിന്നെയോ എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി വേണം എന്നുള്ളതായ ആഗ്രഹത്തോടെ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. ഇത് ഇബാദത്തുൽ അംബിയ വറുസുൽ അലൈഹിമുസ്സലാം, അംബിയ മുസ്ലിങ്ങളുടെ ഇബാദത്ത് ആ രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മറ്റുമെല്ലാം അവർ ഇബാദത്തുകൾ ചെയ്യുന്നു, ധാരാളം ഇബാദത്തുകൾ. രാത്രി നിന്ന് നമസ്കരിക്കുന്നു, കാല് നീര് വരുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അത് ആസ്വദിക്കുകയാണ്. അതിനൊരു പ്രയാസം എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. എത്രയധികം നേരവും ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നമസ്കരിച്ച സ്വഹാബിയുടെ ചരിത്രം നമുക്കറിയാം. നബിയുടെ പിന്നിൽ വന്ന് രാത്രി നമസ്കരിച്ചു. നബി സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് എന്ത് ചെയ്തു? ബഖറ പാരായണം ചെയ്തു. ബഖറ എന്ത് ചെയ്യും? 100 ആയത്താകുമ്പോൾ നിർത്തുമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു പകുതിയായിട്ട് 2 സൂറത്തിൽ ഓതുമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല. ബഖറ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? സൂറത്തുൻ നിസ ആരംഭിച്ചു, അതും പൂർത്തിയാക്കി. പിന്നെന്ത് ചെയ്തു? സൂറത്തു ആലു ഇമ്രാൻ പാരായണിച്ചു, അതും പൂർത്തിയാക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതേ ദൈർഘ്യത്തിൽ റുക്ഉ ചെയ്യുന്നു, അതിനോടടുത്ത ദൈർഘ്യത്തിൽ ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലുള്ള ഇരുത്തം, ഇങ്ങനെ നമസ്കരിക്കുന്നു. അപ്പോൾ ഇത് ഏത് ഇബാദത്താണ്?
ഇത് അങ്ങോട്ട് ആഗ്രഹത്തോടെ എന്താണ് അള്ളാഹുവിനെ പ്രാപിക്കണം, അവനെ കണ്ടുമുട്ടണം, അവൻ്റെ മുഖം കാണണം, അവൻ്റെ പ്രതിഫലം എന്നൊരു ആഗ്രഹത്തോടെയുള്ള. അതുകൊണ്ടാണ് മുസ്ലിം പറഞ്ഞത് ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരണ്ടയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഈ ഇബാദത്ത്. ഇതാണ് ഏറ്റവും ഉന്നതമായത്. ഇത് അംബിയ മുർസലീങ്ങളുടെ ഭാഗമാണ്. എന്നാൽ എന്ത് ചെയ്യാം, അതിലേക്ക് മറ്റുള്ളവർക്കും എന്ത് ചെയ്യാം, എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞ ഇബാദത്തുൽ മുറാഖബ, അത് അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള പേടിയോടെയുള്ള ഇബാദത്താണ്. ആദ്യത്തേതാണ് ഒരു മനുഷ്യന് ഏറ്റവും ഉന്നതമായിട്ട് വേണ്ടത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് കണ്ണ് നൽകിയ, എനിക്ക് സംസാരശേഷി നൽകിയ, എനിക്ക് സമ്പത്ത് നൽകിയ, എനിക്ക് ഭക്ഷണം നൽകിയ, എനിക്ക് ഭാര്യമാരെ, സന്താനങ്ങളെ, എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് നൽകിയ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവനാണല്ലോ എനിക്ക് കാഴ്ചയും കേൾവിയും സംസാര വൈഭവമൊക്കെ നൽകിയത്. ഇതുകൊണ്ട് ഞാൻ നിഷിദ്ധങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ചെയ്താൽ ഞാൻ എത്ര നന്ദി കെട്ടവനാണ്, നന്ദിയുള്ളവനാവുകയില്ല ഞാൻ. അവനെന്നോട് കൽപ്പിച്ചിരിക്കുന്നു നമസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, മാതാപിതാക്കളെ അനുസരിക്കാൻ. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ നന്ദിയുള്ളവനാകും? അപ്പോൾ അള്ളാഹ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള പേടിയോടെ എന്ത് ചെയ്യുന്നു? ഇതാണ് രണ്ടാമത്. ഹിയ ഇബാദത്തു ഖൗഫിൻ വഹർബിൻ, പേടിയോടെ ഭയത്തോടെയുള്ള ഇബാദത്താണ്. വഹാദിഹിൽ മർത്തബത്തു ലാ യഖ്റുജു അൻഹാ മുസ്ലിം, ഈ ഒരു മർത്തബയിൽ നിന്ന് മുസ്ലിമിന് പുറത്തു പോകാൻ പറ്റില്ല. മുസ്ലിം എന്ത് ചെയ്യണം? ഈ ദർജയിലെങ്കിലും എത്തിയിരിക്കണം. ആദ്യത്തേതാണ് എന്ത് ചെയ്യുക? ഏറ്റവും അഭികാമ്യമായത്. ഇതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ഇനി ഈ പറയുന്ന ദീനിൻ്റെ 3 മർത്തബകൾ പറഞ്ഞല്ലോ, ആ 3 മർത്തബകൾക്കുമുള്ള ഹദീസിൽ നിന്നുള്ള തെളിവാണ്. ആ തെളിവും അതേപോലെ തന്നെ അതിൻ്റെ ചില ഫായിദകളുമാണ് അടുത്തത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.